വെനിസ്വേലയിലെ അട്ടിമറിക്ക് പിന്നാലെ കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലഹരി നിർമ്മാണവും കടത്തും തടയാൻ കൊളംബിയ, ക്യൂബ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിൽ സൈന്യത്തെ ഇറക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അടിമകളായി കരുതുന്ന US നീക്കത്തിനെതിരെ ഒന്നിക്കണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആഹ്വാനം ചെയ്തു. വെനസ്വേലയിലെ അട്ടിമറിയിലും റാഞ്ചലിലും ഒന്നും അവസാനിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയ്ക്ക് ഭീഷണിയായ പ്രശ്നക്കാരായ അയൽക്കാർ എന്ന് വിശേഷിപ്പിച്ചാണ് ട്രംപിന്റെ ഭീഷണി. വെനസ്വേലയിലെ അമേരിക്കൻ അട്ടിമറിയെ 3 രാജ്യങ്ങളും ശക്തമായി അപലപിച്ചിരുന്നു. കൊളംബിയയെ നയിക്കുന്നത് കൊക്കൈൻ നിർമ്മാണം ഇഷ്ടപ്പെടുന്ന രോഗിയായ ഒരാളാണെന്നും അയാൾ അത് അധികനാൾ ചെയ്യില്ലെന്നുമാണ് പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്കെതിരെയുള്ള ട്രംപിന്റെ ഭീഷണി. ക്യൂബ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണെന്നും ക്യൂബൻ ജനതയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ്. മെക്സിക്കോ ഭരിക്കുന്നത് ലഹരി മാഫിയയാണെന്നും പ്രസിഡന്റ് ക്ലോഡിയ ഷീൻബോമിന് നിയന്ത്രണമില്ലെന്നുമാണ് ട്രംപിന്റെ വാദം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ അടിമകളായി കാണുന്ന സമീപനത്തിനെതിരെ ഒന്നിക്കണമെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ആഹ്വാനം ചെയ്തു. അമേരിക്കയെ ധിക്കരിക്കുന്നത് തുടർന്നാൽ നിക്കോളാസ് മദുറോയുടെ ഗതി വരുമെന്നാണ് ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് ട്രംപിന്റെ മുന്നറിയിപ്പ്. അതേസമയം US സേന റാഞ്ചിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും മാൻഹട്ടണിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കും. അമേരിക്കൻ സൈനിക നടപടിയിൽ വെനസ്വേലയിൽ 32 ക്യൂബൻ പൗരന്മാർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. ക്യൂബയിൽ 2 ദിവസത്തെ ദുഃഖാചരണത്തിന് ആഹ്വാനമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.